യുദ്ധം അടുക്കളയിലേക്ക് എത്തിയതും ജീവിത ബജറ്റ് താളം തെറ്റിയതിന്റെയും ദുരിതത്തിലൂടെയാണ് ജനവും കടന്നു പോകുന്നത്. പൊതുജനങ്ങളുടെ പ്രതികരണം കൂടി കേൾക്കാം നമുക്ക്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിറക് പോലും കിട്ടാത്തൊരു സാഹചര്യമായി വരുന്നുണ്ട്. ഇങ്ങോട്ടും നെട്ടോടെ പട്ടിണി അടക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വർദ്ധിപ്പിക്കുമെന്നത് മാത്രമേ വർദ്ധിപ്പിച്ചിട്ടും കിട്ടുന്നുമില്ല. ബുക്ക് ചെയ്തിട്ടെല്ലാം ക്യാൻസലായി പോവുകയാണ്. ഗ്യാസ് ബുദ്ധിമുട്ടാണ്. ഗ്യാസിന് വില കൂട്ടിയല്ലവര് വില കൂട്ടി പെട്രോളിന് എല്ലാവരും വില കൂട്ടി. നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത് വോട്ട്? സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും യുദ്ധം നിലനിൽക്കില്ല. എന്തായാലും ഗ്യാസ് അല്ലാതെ നമുക്ക് ഉത്പാദനമില്ല. പെട്രോളിയം ഉത്പാദനം നമുക്കില്ലല്ലോ. വിദേശത്ത് നിന്ന് കൊണ്ടുവന്നാലേ സാധിക്കുള്ളൂ. അതിനിപ്പോ എന്ത് ചെയ്യാം? വീട്ടില് ഗ്യാസിന് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ. ഉണ്ടല്ലോ, 45 ദിവസം കഴിയുമ്പോൾ ബുക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. അല്ല, അതിനിപ്പോ വില എന്ന് പറയുമ്പോൾ അവരിത്ര ഇത് കൊടുത്തു വരുമ്പോ അതിന്റേതായ ബുദ്ധിമുട്ട് വരില്ലേ? ബുദ്ധിമുട്ടാണ്. വീട്ടുകളിൽ പോലും ഗ്യാസ് കിട്ടണില്ല. ബുക്ക് ചെയ്താ പിന്നെ കുറച്ച് ഒരു 28 ദിവസം കൊണ്ട് കഴിഞ്ഞാണ് കിട്ടുന്നത്. അല്ല, ബുക്ക് ചെയ്താൽ അവര് ഇതാക്കിയാലും ഏജന്റന്മാർ കൊണ്ടുവരില്ല. ഗ്യാസ് എടുക്കാൻ വളരെ സാധുക്കളായിട്ടുള്ളവർക്കൊക്കെ വലിയ പാടുണ്ട്. വില കൂടാതിരുന്നാൽ ഏറ്റവും നല്ലത്. ബുക്ക് ചെയ്താൽ ഉടനെ കിട്ടില്ല. ഇപ്പം തന്നെ തീർന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ എടുത്തത് 1000 രൂപയാണ്. ഇനി അത് കൂടുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ സബ്സിഡി ഉണ്ടെന്നൊക്കെ പറയണം. പക്ഷെ അത് ഉള്ളതല്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. സബ്സിഡി എല്ലാം കളഞ്ഞിട്ടാണ്. പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്, അല്ലെ? ശരിയാണ്, ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുന്നു, അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുന്നവരുണ്ട്. ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരുണ്ട്. മാത്രമല്ല, ഇപ്പൊ വീടിന്റെ ഉത്തരവാദിത്വം ഒക്കെ ഏൽക്കുന്നവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വരിക. മനുഷ്യന്റെ അധ്വാനം കൂടുതൽ വിനിയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമൊക്കെയായി നിൽക്കുന്നത്.